53-ാമത്തെ ക്ലോസ് നിങ്ങൾ നോക്ക്. 53 മെത്രാസന ഇടവക പണം ഇടവക മെത്രാപ്പോലിത്തയുടെ പേരിൽ നിക്ഷേപിക്കേണ്ടതാകുന്നു. അതിനാ കറിയാച്ച അങ്ങനെ. അപ്പൊ ഈ മെത്രാസനം അല്ലെങ്കിൽ ഭദ്രാസനത്തിന്റെ പണം മുഴുവൻ മെത്രാപ്പോലിത്തയുടെ പേരിൽ നിക്ഷേപിക്കുന്നത്. ഇടവകയുടെ പണം ഇടവക ട്രസ്റ്റിയുടെ പേരിലല്ല, അവിടെ ആരെ കൂടെ ചേർക്കണം? വികാരി കൈസ്ഥാനിയായിരിക്കും. അപ്പൊ അങ്ങനെയാകുമ്പം ഒരു പാലവിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ? മെത്രാസനത്തിന്റെ പൈസയ്ക്കും മെത്രാസന തലത്തിൽ ഒരു അൽമായ ട്രസ്റ്റി ഉണ്ടായിട്ട് ആ അൽമായ ട്രസ്റ്റിയുടെയും ഒരു വൈദിക ട്രസ്റ്റിയുടെയും ഈ മെത്രാപ്പോലിത്തൻ ട്രസ്റ്റിയുടെയും കൂടെ വേണ്ടേ പൊതുവായിട്ട് കൂട്ടുത്തരവാദിത്വത്തിൽ വേണ്ടേ? ഇതായിരുന്നു മലങ്കര സഭയുടെ പൂർവിക പാരമ്പര്യം. 3 ട്രസ്റ്റിമാർ. ഇല്ലെങ്കിൽ ഇവിടെ ഈ മെത്രാപ്പോലിത്തയുടെ പേര് മാത്രമാണ് നിക്ഷേപിക്കേണ്ടതാകുന്ന ചോദ്യങ്ങളില്ല. നോ ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ്. മുഴുവൻ പൈസ മെത്രാന്റെ പേരിൽ ഇട്ടോണം. 53-ാമത്തെ ക്ലോസ് ആണ്. അപ്പൊ അവിടെ സുതാര്യതയില്ല, അവിടെ ധാർമ്മികതയില്ല, അവിടെ പ്രതിബദ്ധതയില്ല, അവിടെ വിശ്വസ്തതയില്ല, അവിടെ ഒരു തരത്തിലും ക്രിസ്തീയമായ ഒരു സമ്പ്രദായമല്ല. മെത്രാച്ചനെ യൂതയാക്കണം എന്നാണ് എഴുതിയിരിക്കുന്നത്. യൂതയാണ് പണസഞ്ചി പിടിക്കുന്നത്. അപ്പൊ ഞാൻ യൂത ആയിക്കോളാം, മെത്രാന്മാർ വന്ന് ഞങ്ങളാണ് ഇവിടുത്തെ യൂത, ഞങ്ങൾ പണസഞ്ചി പിടിക്കും. അപ്പൊ അതല്ല ക്രിസ്തീയ രീതി. അത് പൊതുവായിട്ട് ആണ് നിയന്ത്രണം ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് പ്രാതിനിധ്യ സ്വഭാവം അവിടെ ഉണ്ടായിരിക്കണം. 53-ാമത്തെ ക്ലോസ് നിങ്ങൾ നോക്കുക, അതൊരു തമാശയാണ്. 54 മെത്രാസന ഇടവകയ്ക്ക് ഏതെങ്കിലും സ്ഥാവര വസ്തുക്കൾ വാങ്ങുകയോ അന്യാധീനം ചെയ്യുകയോ കടപ്പെടുത്തുകയോ ചെയ്യണമെന്നിരുന്നാൽ അത് മെത്രാസന ഇടവകത്തിന്റെ തീരുമാനമനുസരിച്ച് നടത്തേണ്ടതാണ്. അത് കുഴപ്പമില്ല, തീരുമാനം അനുസരിച്ച് നടക്കട്ടെ. മെത്രാസന ഇടവയോഗ ആണ്ടിൽ ഒരു പ്രാവശ്യം എങ്കിലും കൂടേണ്ടതാകുന്നു. എന്തിനാണോ കൂടേണ്ടതാകുന്നു. ചായ കുടിച്ച് പിരിയാം, വേറെ കാര്യമൊന്നുമില്ല. ഓരോ ഇടവകയിലും ഓരോ മെത്രാസന കൗൺസിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. മെത്രാസന ഇടവയോഗത്തിന്റെ സെക്രട്ടറിയും മെത്രാസന ഇടവയോഗത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട 2 പട്ടക്കാരും. എന്തിനാണ് ഈ കൗൺസിൽ എന്ന് പിടികിട്ടുന്നില്ല. ഇടവക മെത്രാപ്പോലിത്ത കൗൺസിൽ വിളിച്ചു കൂട്ടേണ്ടതും. ഇത് ഓരോ ഈ മെത്രാസന എന്ന് വിളിക്കുന്ന ഭദ്രാസനം എന്നാണ്. സത്യത്തിൽ ഈ ഹൂദായ കാനോനെ പറ്റി പറയുമ്പോൾ ഹൂദായ കാനോനിൽ പാത്രിയർക്കീസിന്റേതിനെ സിംഹാസനമെന്നും മെത്രാച്ചന്മാരുടേതിന് ഭദ്രാസനം എന്നുമാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഉണ്ടായിരിക്കും ഇവര് ഭദ്രാസനം എന്നുള്ള പ്രയോഗം ഇതിനകത്ത് ഉൾപ്പെടുത്താത്തത്. അപ്പൊ സിംഹാസനം പാത്രിയർക്ക സിംഹാസനമാണ്, അതാണ് അപ്പോസ്തോലിക സിംഹാസനം. ബാക്കിയുള്ളത് ഭദ്രാസനങ്ങളാണ്. ഇതാണ് പൂർവിക പാരമ്പര്യം. ഇതിന് പിന്നീട് 1912 മാർത്തോമായുടെ സിംഹാസനം കാതോലിക്ക സ്ഥാപിച്ചു. പിന്നീട് 1970-കളായപ്പോഴേക്ക് ഇത് മാർത്തോമായുടെ സിംഹാസനം എന്നുള്ളൊരു വാദം കൊണ്ടുവരികയാണ്. അപ്പൊ ഒരു സഭയിൽ 2 സിംഹാസനമായി. അതെന്താ കുഴപ്പം? അപ്പൊ ഹൂദായ കാനോനിൽ കാതോലിക്ക പാത്രിയർക്കീസിന്റെ കീഴ്സ്ഥാനിയാണ് എന്നാണ് കാണുന്നത്. എന്നാൽ പാരീസ് കാനോനിൽ പാത്രിയർക്കീസിന്റെ സമസ്ഥാനിയാണെന്നാണ് കാണുന്നത്. അതുപോലെ ഹൂദായ കാനോനിൽ നമ്മൾ കാണുമ്പോൾ പാത്രിയർക്കീസിന്റെ അനുമതിയോടുകൂടെ കാതോലിക്കായി വാഴിക്കണം. പാത്രിയർക്കീസിന്റെ അനുമതി. ഇപ്പം മലങ്കരയിൽ 1912 കാതോലിക്കേറ്റ് സ്ഥാപിച്ചു എന്ന് പറയുമ്പോൾ സുറിയാനി സഭയുടെ സുന്നോദോസിന്റെ തീരുമാനം ഉണ്ടോ എന്നൊരു ചോദ്യം വരും. ഇവിടെ പലപ്പോഴും ഇവരുന്നയിക്കുന്നതാണ് സുന്നോദോസിന്റെ തീരുമാനമില്ലാത്ത വാഴിക്കുന്ന മെത്രാന്മാർ. അത് അവര് വാലിഡല്ല, അവർ സ്വീകാര്യരല്ല എന്ന് പറയുമ്പോൾ 1912 കാതോലിക്കേറ്റ് വാഴിച്ച ഏത് സുന്നോദോസാണ് തീരുമാനിച്ചത്? അപ്പൊ ചരിത്രം പഠിക്കുമ്പോഴും പരിശോധിക്കുമ്പോഴും നമ്മൾ സുതാര്യമായിട്ട് പരിശോധിക്കണം. അല്ലാതെ ഒരളവുകോൽ വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങോട്ട് മാത്രമല്ല. അപ്പൊ പാത്രിയർക്കീസിന്റെ അവകാശാധികാരങ്ങളും പാത്രിയർക്കീസ് മേലധ്യക്ഷനാണെന്നും പാത്രിയർക്കീസിന്റെ കീഴ്സ്ഥാനിയാണ് കാതോലിക്ക എന്നുള്ളത് ഹൂദായ കാനോന്റെ പാരമ്പര്യമാണ്. അപ്പൊ അതിനാണ് ഇവർ പാരീസ് കാനോൻ എടുക്കുന്നത്. എന്നിട്ട് ഇവർ വീണ്ടും തെറ്റിദ്ധരിപ്പിക്കാൻ പറയാണ് പാരീസ് കാനോനും ഹൂദായ കാനോനും ഒന്ന് തന്നെയാണ്. അപ്പൊ ഇതാണ് സുറിയാനിക്കാരുടെ പൂർവിക മര്യാദകളെ കാറ്റിൽ പറത്തിക്കൊണ്ടും അവരുടെ നടപടിക്രമങ്ങളെ അട്ടിമറിച്ചുകൊണ്ടും ഒരു പുത്തൻ സമ്പ്രദായം കൊണ്ടുവന്നിട്ട് കത്തോലിക്ക സഭയുടെ പാറ്റേൺ പോലെ തികച്ചും പൗരോഹിത്യ മേലധികാരവും മെത്രാൻ ഭരണവും മലങ്കര സഭയിൽ അടിച്ചുറപ്പിക്കുവാൻ വേണ്ടി തയ്യാറാക്കിയ ഒരു വ്യാജരേഖയാണ്. അല്ലെങ്കിൽ ഇതേപ്പറ്റി പറയുമ്പോൾ ഒരു എന്താണ് നമുക്ക് ഇതിനെ പറ്റി ഈവിൾ ഡോക്യുമെന്റ്